ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ സീസണിലെ ആദ്യ ജയം ലക്ഷ്യമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വീണ്ടും ഇറങ്ങുകയാണ്. ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ആണ് എതിരാളികൾ. RCBയുടെ ഈ സീസണെ പറ്റി പറയുകയാണെങ്കിൽ 8-ൽ 5 മത്സരങ്ങൾ ജയിച്ച് 10 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ് അവരുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സൺറൈസേഴ്സ് മുംബൈ മത്സരം അവസാനിച്ചിട്ടില്ല. ഈ മത്സരത്തിൽ മുംബൈ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും മുംബൈ 3-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോയിന്റിൽ RCB 3-ാം സ്ഥാനത്താണ്. നമ്മൾ ഈ 5 ജയങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ 5 ജയങ്ങളും എവേ ഗ്രൗണ്ടുകളിലാണ്. അതായത് ഈ സീസണിൽ 100% എവേ റെക്കോർഡുള്ള ഒരേ ഒരു ടീമാണ് RCB. എന്നാൽ ഹോമിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയും. ഞാൻ എൻ്റെ പല വീഡിയോകളിലും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. എവേ ഗ്രൗണ്ടുകൾ വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ബീസ് തന്നെയാണ് RCB. എന്നാൽ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ കളിച്ച 3 മത്സരങ്ങളും തോറ്റു. ഇപ്പോൾ RCBയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ 2017 ശേഷം ഏറ്റവും മോശം ഹോം റെക്കോർഡുള്ള ഒരു ടീമാണ് RCB. ഈ സീസണിൽ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഹോം റെക്കോർഡൊക്കെ മാറ്റിയെടുക്കാമെന്ന് അവർ വിചാരിച്ചെങ്കിലും ഇതേവരെ അത് നടന്നിട്ടില്ല. എന്നാൽ എവേ മത്സരങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ഒരു അസാമാന്യമായ ഫോം കൊണ്ട് ഇവരുടെ സീസൺ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനിയുള്ള 6 മത്സരങ്ങളിൽ ഒരു 3 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും. എന്നാൽ ആ 6 മത്സരങ്ങളിൽ 4 എണ്ണം ഹോം മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ ജയിച്ചു തുടങ്ങിയേ മതിയാവും. എന്റെ അഭിപ്രായത്തിൽ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഇന്നത്തേത്. കാരണം ഇന്നത്തെ അവരുടെ എതിരാളികൾ ഫോമിനെ സ്ട്രഗിൾ ചെയ്യുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ സീസണിലേക്ക് വന്നാൽ ആദ്യത്തെ 2 മത്സരങ്ങൾ അവർ തോറ്റാണ് തുടങ്ങിയത്. പിന്നീട് 2 മത്സരങ്ങൾ അവർ വിജയിച്ചു. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷയൊക്കെ വന്നെങ്കിലും പിന്നീട് തുടർച്ചയായിട്ട് 4 മത്സരങ്ങൾ തോറ്റു. അതും കഴിഞ്ഞ 2 മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ്, ഹൃദയഭേദകമായ തോൽവി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 2 മത്സരങ്ങളിലും ജയിക്കാൻ അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 6 പന്തിൽ 9 റൺസ്. അവർക്കാണെങ്കിൽ വിക്കറ്റുകളും കയ്യിലുണ്ട്. എന്നിട്ടും 2 മത്സരങ്ങളും അവർ പരാജയപ്പെട്ടു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൂപ്പർ ഓവർ വരെ കാര്യങ്ങൾ പോയെങ്കിൽ LSGക്കെതിരെ 2 റൺസിനാണ് അവർ പരാജയപ്പെട്ടത്. അതോടെ അവരുടെ ഈ സീസൺ തന്നെ അവതാളത്തിലായി. 8 മത്സരങ്ങളിൽ നിന്ന് വെറും 2 ജയം. ഇനി അവർക്ക് കടക്കണമെങ്കിൽ അടുത്ത 6-ൽ 6 മത്സരങ്ങളും ജയിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇന്നത്തെ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇനി നമ്മൾ താരങ്ങളുടെ ഒരു ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അങ്ങനെ ആശങ്കപ്പെടേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തുടർച്ചയായി ഫോം ഔട്ട് ആയിരുന്ന ലിവിങ്സ്റ്റണിനെ മാറ്റി ഷെപ്പേഡിനെ കൊണ്ടുവന്നു. ഷെപ്പേഡ് ബാറ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നില്ല. ബോൾ ചെയ്തിട്ട് ശ്രേയസ് അയ്യറിന്റെ ഒരു ഇമ്പോർട്ടന്റ് വിക്കറ്റ് എടുത്തു. അങ്ങനെ അവരുടെ ടീമിൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ വലിയ ആശങ്കകളൊന്നുമില്ല. കാരണം ഈ താരങ്ങളെല്ലാം തന്നെ ഈ ടൂർണമെന്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. ഇപ്പോൾ ഫിൽസോൾട്ട് ആണെങ്കിൽ കളിച്ച 8 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ മികച്ച തുടക്കങ്ങൾ നൽകി. അതൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിംഗ്സും ആയിരുന്നു. വിരാട് കോഹ്ലി ഫോമിലാണ്. ഇപ്പോൾ ദേവദത്ത് പടിക്കൽ നമ്പർ 3-ൽ ആ ഒരു ചൂട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജത് പടിദാർ കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിലും ഓൾറെഡി ഈ സീസണിൽ 2 മാൻ ഓഫ് ദ മാച്ച് പടിദാർ സ്വന്തമായി കഴിഞ്ഞു. ജിതേഷ് ശർമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടിം ഡേവിഡ് കിട്ടിയ അവസരങ്ങളിലെല്ലാം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് സോർട്ടഡ് ആണ്. ഇനി ഷെപ്പേഡിന്റെ ബാറ്റിംഗ് കൂടി നമുക്ക് കാണാനുള്ളൂ. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡെത്ത് ഓവേഴ്സ് മാസ്റ്റർ ക്ലാസ് ആണ് ഭുവിയും ഹേസൽവുഡും കാഴ്ചവെച്ചത്. അപ്പോൾ രണ്ടുപേരും മികച്ച ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ പവർ പ്ലേയിൽ 6 ഓവറിൽ 62 പോയിട്ടും നമ്മുടെ പഞ്ചാബ് കിങ്സിനെ ഭംഗിയായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ മിഡിൽ ഓവേഴ്സ് വരുമ്പോൾ കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയും ഫോമിലാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ബോളിംഗിലും ആശങ്കപ്പെടാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവർ കളിക്കാൻ പോകുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് എന്നുള്ളതാണ്. കാരണം ഇതേവരെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു. അവരുടെ ഹോം ഗ്രൗണ്ടാണ്. ഹോം ഗ്രൗണ്ടിൽ ജയിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഒരു ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ നടക്കുന്ന IPL പോലുള്ള ടൂർണമെന്റിൽ ഈ ഹോം ജയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നടക്കുന്ന 4 ഹോം മത്സരങ്ങളിൽ ഒരു 3 എണ്ണം ജയിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ കയറും. അങ്ങനെ വരുമ്പോൾ അവർ ഹോം ഗ്രൗണ്ടിൽ ജയിച്ച് തുടങ്ങിയേ പറ്റൂ. ഇനി അവർ ചിന്നസ്വാമിയിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടോസ് ആണ്. ഇതേവരെ കളിച്ച 3 മത്സരങ്ങളിലും രജത് പടിദാറിന് ടോസ് നഷ്ടപ്പെട്ടു. നമുക്കറിയാം ചിന്നസ്വാമി പോലൊരു ഗ്രൗണ്ടിലെ ടോസ് വളരെ ക്രൂഷ്യലാണ്. ടോസ് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ 50% ജയിച്ചു എന്നാണ് അർത്ഥം. കാരണം ഡിഫെൻഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് ചിന്നസ്വാമി. കാരണം ഷോർട്ടർ ബൗണ്ടറി ഡയമെൻഷൻസ് ആണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്, അതുപോലെ ഡ്യൂ ഫാക്ടർ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ചേസ് ചെയ്യുന്ന ടീമിന് അനുകൂലമായ ഒരു പിച്ചാണ് ചിന്നസ്വാമിയിലേത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചൊരു ട്രൂ പിച്ചല്ല ഈ 3 മത്സരങ്ങളും കിട്ടിയത്. ഈ 3 മത്സരങ്ങളിലും ഇവർ ടു ഹാർഡ്, അതായത് ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് വന്നിട്ട് വിക്കറ്റുകൾ തുടരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ബാറ്റിംഗ് പാരഡൈസ് പോലെയാണ് ഇവരെല്ലാ മത്സരങ്ങളിലും ബാറ്റ് വീശിയത്. സത്യത്തിൽ പിച്ച് എല്ലാ മത്സരങ്ങളിലും കുറച്ച് ട്രിക്കി ആയിരുന്നു. ഇപ്പൊ ആദ്യത്തെ മത്സരത്തിൽ സ്വിംഗ് ബൗളിങ്ങിനെ അതിരറ്റ് പിന്തുണച്ചിരുന്ന നല്ല ബൗൺസ് ഉള്ള ഒരു പിച്ചായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസോട് വന്നപ്പോൾ സ്പിൻ ആണ് ഇവർക്ക് പണിയായത്. അതായത് DC അവരുടെ സ്പിന്നെ വെച്ചിട്ട് RCBയെ കൺട്രോൾ ചെയ്തു. പിന്നെ പഞ്ചാബിനെതിരായ മത്സരത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. 42-7 എന്ന അവസ്ഥയിൽ വന്നു. ടിം ഡേവിഡിന്റെ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് കൊണ്ടാണ് ഒരു 95 എന്നൊരു സ്കോറിലെങ്കിലും എത്തിയത്. അങ്ങനെ വരുമ്പോൾ അവർ നേരിട്ടത് ഒരു ഡിഫിക്കൽട്ട് പിച്ച് കണ്ടീഷൻസ് ആണ്. അത് ദിനേഷ് കാർത്തിക്, ബാറ്റിംഗ് കോച്ചായ ദിനേഷ് കാർത്തിക് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അവർ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ചിന്നസ്വാമിയിൽ പിച്ച് കിട്ടിയതെന്ന്. അപ്പോൾ ഇനി ഇന്നത്തെ മത്സരത്തിലായാലും ടോസ് നേടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു തുടക്കം അറ്റാക്ക് ചെയ്ത് കളിക്കുക, ഫിൽസോൾട്ട് ആ ഒരു രീതിയിലെ കളിക്കൂ. കാരണം പുള്ളി അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. അപ്പോൾ 1-2 വിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് റീഅസസ് ചെയ്തിട്ട് പിച്ചിന് പറ്റിയ ഒരു പാർ സ്കോർ ഏതാണെന്ന് മനസ്സിലാക്കി
അതനുസരിച്ച് ഒരു ടാർഗറ്റ് വെച്ച് ബാറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു പാർ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ഇവർക്കുണ്ട്. ചിന്നസ്വാമിയിൽ ഡിഫൻസ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്, അല്പമല്ല നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു നല്ല സ്കോർ കിട്ടി ബോളിങ്ങിന് എയ്ഡ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അതായത് RCB ബോളേഴ്സിനെ കൊണ്ട്, ഈ സീസണിലെ RCB ബോളേഴ്സിനെ കൊണ്ട് അതിന് പറ്റും എന്നുള്ളത്. പക്ഷേ ടു ഹാർഡായിട്ട് തുടക്കത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവർ ഒരു പ്രതീക്ഷിക്കുന്ന സ്കോറിനേക്കാൾ ഒരു 30 റൺസ് താഴെ ആയിരിക്കും വരിക. അങ്ങനെ വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ചിന്നസ്വാമിയിൽ. അതാണ് എനിക്ക് RCB കുറിച്ച് പറയാനുള്ളത്. ഇനി RRന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ കഷ്ടമാണ് കാര്യങ്ങൾ. ഇപ്പോൾ അവരുടെ ബാറ്റിംഗിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ജയ്സ്വാൾ തിരികെ ഫോമിലേക്ക് എത്തി, തുടരെ 50കൾ ജയ്സ്വാൾ അടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ടീമിന്റെ വിജയത്തിൽ കലാശിക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസന്റെ പരിക്കാണ്. ആ ഒരു അബ്ഡോമിനേറ്റ് ഇഞ്ചുറി കാരണം സഞ്ജു ഇന്നും കളിക്കില്ല. അങ്ങനെ വരുമ്പോൾ വൈഭവ് സൂര്യവംശി തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. വൈഭവ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു, എങ്കിലും സഞ്ജു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു ബാറ്റർ എന്ന നിലയിലും സഞ്ജുവിന്റെ വിടവ് വളരെ വലുതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റിയാൻ പരാഗ് ആയിരിക്കും ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുക. കഴിഞ്ഞ സീസണിൽ ഒരു 570 മേളിൽ റൺസ് RRനായി കണ്ടെത്തിയ താരമാണ് റിയാൻ പരാഗ്. പക്ഷേ ഈ സീസണിൽ അതിന്റെ ഒരു നിഴൽ മാത്രമാണ് പരാഗ്. ഇപ്പോൾ LSGക്കെതിരായ മത്സരത്തിൽ ഒരു 39 റൺസൊക്കെ അടിച്ച് ഒരു ടച്ചിലുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിച്ചു. പക്ഷേ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിലാണ് പരാഗിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് അവർ ആ മത്സരം തോൽക്കുകയും ചെയ്തു. അപ്പോൾ പരാഗിൽ നിന്ന് അവർ തീർച്ചയായിട്ടും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ജുറലിന്റെ ആയാലും ഹെഡ്മേറിന്റെ കാര്യമായാലും പറഞ്ഞാൽ ഇവർക്ക് കഴിഞ്ഞ 2 മത്സരങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു മത്സരത്തിൽ സ്റ്റാർക്കിന് മുന്നിലാണ് ഇവർ പരാജയപ്പെട്ടതെങ്കിൽ അടുത്ത മത്സരത്തിൽ ആവേശ് ഖാന് മുന്നിലായിരുന്നു. അപ്പോൾ ഈ അവസാന ഓവറിൽ ഒരു ബൗണ്ടറി കണ്ടെത്താൻ ഇവർക്ക് 2 മത്സരങ്ങളിലും കഴിയാതെ വന്നത് RRനെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മിഡിൽ ഓർഡറിന്റെ ഫോം തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർച്ചർ നല്ല ഫോമിലാണ്. വളരെ നന്നായിട്ട് തന്നെയാണ് ഒരു ഓപ്പണിംഗ് സ്പെല്ല് ആർച്ചർ എറിയുന്നത്. പക്ഷെ അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ബോളേഴ്സ് ഇല്ല. ഇപ്പൊ സീസണിന്റെ തുടക്കത്തിൽ അത്യാവശ്യം ഡിപ്പെൻഡബിൾ ആയി എറിഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് ശർമ്മ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നന്നായിട്ട് അടിവാങ്ങി. ഇപ്പോൾ DCക്കെതിരെ അവസാന ഓവറിൽ ഒരു 19 റൺസ് കൊടുത്തു. അതാണ് ഒരു പാർ സ്കോറിൽ DC എത്തിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ അവസാന ഓവറിൽ അബ്ദുൾ സമദ് 4 സിക്സറുകളാണ് സന്ദീപ് ശർമ്മ അടിച്ചത്. 4 ഓവറിൽ 55 റൺസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ 2 മത്സരങ്ങളിലും സന്ദീപ് ശർമ്മ എക്സ്പെൻസീവ് ആയി. ഇനി സന്ദീപ് ശർമ്മയ്ക്ക് പകരം അവർക്ക് ഒരു ഓപ്ഷൻ നോക്കാവുന്നത് ആകാശ് മദ്വാളാണ്. പിന്നെ തുഷാർ ദേശ്പാണ്ഡെ ആയാലും കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ തരുന്നില്ല. പിന്നീട് സ്പിൻഡിയോ, അസരംഗ, തീക്ഷ്ണ ചില മത്സരങ്ങളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരിൽ നിന്നും കൺസിസ്റ്റന്റ് ആയിട്ടൊരു പെർഫോമൻസ് അവർക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ ബോളിംഗിലും അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്നസ്വാമിയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സർഫസേ ആയിരുന്നില്ല. നമ്മളൊരു ട്രൂ വിക്കറ്റ്, കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഒരു ട്രൂ വിക്കറ്റ് പ്രതീക്ഷിച്ചു. ചിന്നസ്വാമി ഈ സീസണിൽ ഒരു നിഗൂഢത പോലെയാണ്. അതായത് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് ടീം ഇറങ്ങി ബാറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പിച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് അവർക്കും നമുക്കും മനസ്സിലാവുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമ്മളത് കണ്ടതാണ്. RCB ബാറ്റേഴ്സ് ഫുൾ ഓൺ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ ക്രീസിലെത്തുന്നു, തലങ്ങും വിലങ്ങും ഷോട്ട് വായിക്കാൻ ശ്രമിക്കുന്നു, ഔട്ട് ആവുന്നു, തിരികെ പോകുന്നു. ഇപ്പോൾ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് ഒക്കെ ബൗണ്ടറിയിലേക്ക് പോകുന്നതിന് പകരം നേരെ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആയിരിക്കുമോ, ഒരു ട്രൂ വിക്കറ്റ് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ, അതായത് തനത് ചിന്നസ്വാമി പിച്ചാണെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ ചില സർപ്രൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ RCB ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ടിങ്കർ ചെയ്യാൻ സാധ്യതയില്ല. ഇനി വല്ല ചെറിയ ഇഞ്ചുറി വല്ലതും വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ടീമിൽ ഇനി ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാനാകൂ. അല്ലാതെ അവർ ചേഞ്ച് ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി RRന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഈ മത്സരത്തിലും സാംസൺ കാണില്ല, വൈഭവ് തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. ഇനി അവിടെ ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവരുടെ ബെഞ്ചിൽ ആകാശ് മദ്വാൾ ഉണ്ട്. ഒന്നുകിൽ സന്ദീപ് ശർമ്മയ്ക്ക് പകരം അല്ലെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെക്ക് പകരം ആകാശ് മദ്വാളിനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷെ അത് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആകാശ് മദ്വാളിന് ഒരു അവസരം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാനൊരു കോൺടെസ്റ്റ് ആണ് പറയുന്നത്, ഫിൽ സോൾട്ട് വേഴ്സസ് ജോഫ്ര ആർച്ചർ. ഇപ്പോൾ ഈ ഒരു ടീമിന്റെ റിവേഴ്സ് ഫിക്സ്ചറിൽ, അതായത് ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ തുടക്കത്തിൽ ജോഫ്ര ആർച്ചർ ആ ഒരു ബൗൺസും ആ ഒരു സ്വിംഗും കൊണ്ട് സോൾട്ടിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. എന്നാൽ സോൾട്ട് അറിയാലോ ഒരു അറ്റാക്കിംഗ് ബാറ്ററാണ്. അപ്പോൾ സോൾട്ട് തിരികെ അറ്റാക്ക് ചെയ്യും, പിന്നീട് നമ്മുടെ ആർച്ചറിനെതിരെ നല്ല റൺ എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 മത്സരങ്ങളിൽ, പിന്നീട് അടുത്തടുത്ത 2 മത്സരങ്ങളിൽ പഞ്ചാബിനെതിരെ ഒരു ബൗൺസറിലാണ് സോൾട്ട് പുറത്തായത്, നമ്മുടെ അർഷദീപിന്റെ പന്തിൽ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ആർച്ചർ ആ ഒരു ഷോർട്ട് ബോൾ സ്ട്രാറ്റജി പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സാൾട്ട് അങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. ഇനി എന്ത് വന്നാലും ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിൽ പോകുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചിന്നസ്വാമിയിൽ ഈ സീസണിലെ ആദ്യത്തെ വിജയം നേടാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് കഴിയുമോ? അതോ രാജസ്ഥാൻ റോയൽസ് വിജയവഴിയിലേക്ക് തിരികെ എത്തുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.